ഓണമാകുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മുസ്ലിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? പലരും ഈ ചോദ്യം ധാരാളം കേട്ടിട്ടുണ്ട്. പലരും ഇതിന് മറുപടി പറയാറുമുണ്ട്. എന്നോട് ആരെങ്കിലും വന്നിങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അവരോട് തിരിച്ച് ആദ്യം ചോദിക്കുന്നത്, ഏത് മതത്തിൻ്റെ ഓണാഘോഷത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഹിന്ദു മതത്തിൻ്റെ ഓണത്തെക്കുറിച്ചാണെങ്കിൽ ഹിന്ദു മതപ്രകാരമുള്ള ഓണാഘോഷം എന്ന് പറയുന്നത് അത്തം മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവരുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഓണാഘോഷമുണ്ട്. അവർ പൂക്കളം തയ്യാറാക്കുന്നത് തന്നെ, അത്തപ്പൂക്കളം ഇടുന്നത് തന്നെ അതിനൊരു പ്രത്യേക പാറ്റേണും പ്രത്യേക രീതികളും നിബന്ധനകളും ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ ദിവസം ഒരു നിര പൂക്കൾ മാത്രമേ പാടുള്ളൂ. ചുമന്ന പൂ ഉപയോഗിക്കാൻ പാടില്ല. അത് ചോതി നാൾ മുതലാണ് ചുമന്ന പൂ. അതേപോലെ ഓരോ ദിവസവും ഓരോ നിര പൂക്കൾ ഇടുക. അങ്ങനെ 10 ദിവസം കൊണ്ട് 10 നിരയാവുക. അതേപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. ചാണകം മെഴുകിയ തറയിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതേപോലെ ഏറ്റവും അവസാനം എവിടാണോ പൂക്കളം തയ്യാറാക്കിയത് അവിടെ മാവ് കൊണ്ട് കോലം വരയ്ക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് തിരുവോണത്തിൻ്റെ അന്ന് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വാമന മൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ കോടി മുണ്ട് വെക്കുന്നു, അഷ്ടമംഗല്യം കഴിക്കുന്നു. പിന്നെ അതുപോലെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി 10 ദിവസം ഈ ഒരു പൂക്കളം ഇടുന്നതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് അതൊരു പൂജകൾ ചെയ്യുകയാണ്. 10 ദിവസം പൂജകൾ നടത്തി വാമന ഭഗവാനെ തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അന്ന് സദ്യ വിളമ്പുന്നു. സദ്യ വിളമ്പുന്നതിൻ്റെ പിന്നിലും ധാരാളം കാര്യങ്ങളുണ്ട്. സദ്യ ആദ്യം വിളമ്പേണ്ടുന്നത് വീടിൻ്റെ കന്നിമൂലയിൽ വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ചു ഗണപതിക്കും മഹാബലിക്കും ആണ് ആദ്യം സദ്യ വിളമ്പേണ്ടുന്നത്. എന്നിട്ടേ കുടുംബാംഗങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ചില കുടുംബങ്ങളിൽ പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ടായിരിക്കും ഓണസദ്യ വിളമ്പുന്നത് ആദ്യമായിട്ട്. ഇതിനുശേഷം ഈ ഇലയിടുന്നതിൽ തന്നെ ആ ഇല മുറിച്ച ഭാഗം വലതുവശത്തും അതിൻ്റെ ഇലയുടെ തുമ്പ് ഭാഗം ഇടതുവശത്തും വരണം. മീനം മേടം രാശി അതിൻ്റെ ഒരു സങ്കല്പത്തിൽ രാശിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇടത്തു നിന്ന് വലത്തോട്ട് ഈ തൊടുകറികൾ ചിലത് മീനം രാശിയിലായിരിക്കണം. അവിയൽ, ഓലൻ, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മേടം രാശിയിലായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓണസദ്യ പോലും അവർ വിളമ്പുന്നത്. മാത്രമല്ല ഇതിൻ്റെ പുതിയ വസ്ത്രം ധരിക്കുന്നു, നല്ല ഭക്ഷണം തയ്യാറാക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം വാമന ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വാമന ഭഗവാൻ തൻ്റെ വീട്ടിൽ വന്ന് അദൃശ്യമായിട്ട് തന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓണത്തിൻ്റെ അന്നുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം അത് വർഷം മുഴുവനും നിലനിന്ന് കിട്ടാൻ വേണ്ടി, ഇതേപോലെ വർഷം മുഴുവനും ഓണമായി തീരാൻ വേണ്ടി വാമന ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചു കൊണ്ടാണ് 10 ദിവസത്തെ പൂക്കൾ കൊണ്ടുള്ള അത്തപ്പൂക്കളോ ഇട്ടുകൊണ്ടുള്ള ആ ഒരു പൂജയും മറ്റു കാര്യങ്ങളും എല്ലാം നിർവഹിക്കുന്നത്. അപ്പം വളരെ വ്യക്തമായി പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ ആരാധനയുമായി അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒരു മുസ്ലിം എന്തായാലും ഇത്തരത്തിൽ ഒരു ഓണം ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കട്ടെ എന്ന് ചോദിക്കില്ല. അങ്ങനെ ആരും ഇതുവരെയും ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടതുമില്ല. ഇനി ഇങ്ങനൊരു ആഘോഷം മുസ്ലിങ്ങൾ അവരുടെ വീട്ടിൽ ആഘോഷിക്കേണ്ട എന്നൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞാൽ ഒരിക്കലും യഥാർത്ഥ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾ ആരും അതിനെ വർഗീയമായി കാണുകയുമില്ല. കാരണം അവർ ആ ഒരു ഓണം ആഘോഷിക്കുന്നത് ഭയഭക്തിയോടെയും ബഹുമാനത്തോടെയും ആത്മീയതയും അതേപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ചു കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു ഓണം മറ്റു മതസ്ഥരും ആഘോഷിച്ചേ പറ്റുമോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വാമന ഭഗവാന്റെ ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങളും പ്രതീക്ഷിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഒരു ഹിന്ദു പണ്ഡിതനോ ഒരു ഹിന്ദു സ്വാമിയോ ഗുരുജിമാരോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദര മതത്തിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളോ ആരും പറയില്ല. അത് അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ആരാധനയുടെയും അവരുടെ മതത്തിൻ്റെയും ഭാഗമാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഓണം അത് ഏത് മതത്തിൻ്റെ ഓണത്തെക്കുറിച്ചാണ്? ഹിന്ദു മതത്തിൻ്റെ ഓണം എപ്രകാരമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാക്കുകൾക്ക് എന്തെങ്കിലും പിഴവുകളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്നേഹത്തോടെ ഉണർത്തുക. കാരണം ഞാൻ ഒരു സ്വാമിയുടെ പ്രസംഗം കേട്ട് എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടത് എന്ന ഒരു പ്രസംഗം കേട്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവർ ചോദിക്കുന്ന ഈ ഓണാഘോഷം അത് ഏത് ഓണാഘോഷമാണ്, ഏത് മതത്തിൻ്റെ ആഘോഷമാണ്? അത് ഹിന്ദു മതത്തിൻ്റെയോ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒന്നുമില്ല. ഇത് മാത്രമല്ല മതമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് നവ ലിബറൽ എത്തീസ്റ്റുകളുടെ ഓണാഘോഷം. ആ ഓണാഘോഷത്തെക്കുറിച്ചാണ് പലരും ഇന്ന് ചോദിക്കുന്നത്.
സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്ന ഓണാഘോഷം അത് ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ഓണാഘോഷമല്ല. അത് ലിബറലിസ്റ്റുകളുടെ ഓണാഘോഷമാണ്. എന്താണ് ഈ നവ ലിബറൽ എത്തിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല എത്തിസത്തിൻ്റെയും ഉടല് മുഴുവനും ലിബറലിസവുമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ മനുഷ്യന്മാരെ മുഴുവനും കടിച്ചു കീറുന്ന ഒരു ജീവിയായിട്ട് മാറും. ദൈവമില്ല എന്നതാണ് എത്തിസത്തിൻ്റെ ആ ഒരു തലയ്ക്കുള്ളിലുള്ള അടിസ്ഥാനം. ഉടല് മുഴുവൻ ലിബറലിസവുമാണ്. ഇങ്ങനൊരു പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട ഒരു മതം, ആ മതത്തിൻ്റെ ആഘോഷമാണ് ഇന്ന് ഇവർ പറയുന്ന ഈ ഓണാഘോഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിബറലിസം എന്ന് ആദ്യം പറയണം, എന്നിട്ടേ ആ ആഘോഷത്തെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ലിബറലിസം എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഏത് മതത്തിലോ ജീവിച്ചോട്ടെ ആ മതത്തിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലംഘിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ലിബറലിസ്റ്റുകൾക്ക് ഒരു ആനന്ദം ലഭിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിക്കണം, സന്തോഷം വരുമ്പം ഡാൻസ് കളിക്കണം. ഈ ഡാൻസാണ് ഇവരുടെ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്നത് ലിബറലിസ്റ്റുകളുടെ. അപ്പം ഈ ലിബറലിസത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ലിബറലിസ്റ്റുകളുടെ വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലെ ഭൂരിപക്ഷം അവർ തന്നെയാണ്. അവരുടെ ആശയങ്ങൾക്കോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കെതിരോ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ കൊന്നു കൊല വിളിച്ചിരിക്കും. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ സൈബർ അറ്റാക്ക് നടത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ അറ്റാക്ക് നടത്തിയിരിക്കും. യാതൊരു സംശയമില്ല. അത് മുസ്ലിം പണ്ഡിതനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട പുരോഹിതനാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ആശയങ്ങളെയോ അവരുടെ ആരാധനയായ എന്തെങ്കിലും കാര്യങ്ങളെയോ ആരെങ്കിലും ഒന്ന് തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അപമാനിച്ചിരിക്കും. ലിബറലിസ്റ്റുകളുടെ ഓണാഘോഷമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ലിബറലിസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിയോ ലിബറൽ എത്തിസം അല്ലെങ്കിൽ നവ ലിബറൽ നാസ്തികത, ഇവരുടെ ഓണാഘോഷം. അപ്പോൾ ഇവർ ഈ എത്തിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമില്ല എന്നൊരാശയമാണ്. അതിനപ്പുറം ഇവർക്ക് മറ്റ് സെലിബ്രേഷൻസ് ഒന്നുമില്ല. ഓണവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ ഓരോ മതവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇവർക്ക് ഒന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനും അല്ലെങ്കിൽ ഇവരിലേക്ക് കുറേ ആൾക്കാരെ ആകർഷിക്കാനും വേണ്ടി ഇവർ ചെയ്തൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഭൂരിഭാഗമുള്ളത് ഹൈന്ദവ സഹോദരങ്ങളാണ്. കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്നത് ഓണമാണ്. അപ്പോൾ ആ ഓണത്തിൽ നിന്ന് അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളെയൊക്കെ എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ വിശ്വാസപരമായ സത്താപരമായ കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ട് കേവലം ആ ഒരു ഓണസദ്യ മാത്രം കോപ്പി അടിച്ച് ഇങ്ങോട്ടെടുത്തു. ശേഷം ഈ കോളേജുകളിലൊക്കെ നടത്തപ്പെടുന്ന ഓണാഘോഷം എങ്ങനെയാണ്? ഈ ഒരു സദ്യ ഉണ്ടാവും, പിന്നെ മാവേലിയുടെ വേഷം കെട്ടിയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പിന്നെ എല്ലാവരും ഒരേ ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ ഡാൻസ്, എന്ത് സന്തോഷം വന്നാലും എപ്പോഴാണെങ്കിലും ഒന്ന് തുള്ളിക്കളിക്കണം, ഒരു DJ പാട്ട് വെച്ചുകൊണ്ട് ഉള്ളൊരു ഡാൻസ്. ഇതാണ് കോളേജുകളിൽ നടക്കുന്ന ഓണം സെലിബ്രേഷൻസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് ഇവരുടെ ഓണാഘോഷം. അപ്പം പൊതുവേ നമ്മളോട് ചോദിക്കപ്പെടുന്നത് ഓണം ആഘോഷിക്കാൻ പറ്റുമോ മുസ്ലിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ കോളേജിൽ നടക്കുന്ന ഇത്തരത്തിലൊരു സദ്യ കഴിക്കലും ഈ ഒരു ഡാൻസിലും പങ്കെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുമോ എന്നാണ്. ഇതും ഓണവും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഞാൻ പറഞ്ഞല്ലോ ലിബറലിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ആരാധനയാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഡാൻസിനെ തൊട്ട് കളിച്ചാൽ ഇവർക്ക് സഹിക്കില്ല, ഇവർക്ക് പൊള്ളും. ഞാനീ പറയുന്നത് വെറുതെ അല്ല. ഇപ്പം നിലവിൽ ഈ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽപ്പെട്ടവരുണ്ട്, ഹിന്ദുയിസത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്ത്യാനികളായ ആൾക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഈ ലിബറലിസ്റ്റുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്കൂൾ ടീച്ചർ ഓണത്തിൻ്റെ അന്ന് ചെറിയ കുട്ടികൾ വരണ്ട, അവർക്ക് ലീവാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ആരാണ് കേസ് കൊടുത്തത്? ഹൈന്ദവ മതത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടനയാണ്, അവരുടെ ആശയം ലിബറലിസമാണ്. അപ്പോൾ ആ ലിബറലിസം എന്ന അവരുടെ മതത്തിനെതിരെ ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊള്ളും, അവർ നല്ല രൂപത്തിൽ പ്രതികരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം അവർ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വർഷങ്ങൾക്ക് ഇപ്പം ഈ ഒരു വർഷം സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞത്, എൻ്റെ ഓർമ്മയിലുള്ള ഓണ വിവാദത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ ഒരു മതപണ്ഡിതനോട് ചോദിക്കുകയാണ് ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച്. കോളേജുകളിൽ ഓണം സെലിബ്രേഷൻസ് നടക്കുമ്പോൾ അതിന് പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പണ്ഡിതൻ ഡിപ്ലോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു മാറുന്നതിനെ കുറിച്ചൊരു മറുപടി പറഞ്ഞു. അവിടെ ചോദ്യം ചോദിച്ചത് തൻ്റെ വീട്ടിൽ തിരുവോണ നാളിൽ ഈ ഹൈന്ദവ മത ആചാരപ്രകാരമുള്ള ഓണം ആഘോഷിക്കട്ടെ എന്നല്ല ചോദിച്ചത് ആ വിദ്യാർത്ഥി. കോളേജിൽ നടക്കുന്ന ഓണസദ്യ പ്ലസ് DJ പാർട്ടി പ്ലസ് DJ മ്യൂസിക് പ്ലസ് ഡാൻസ്, ഈ സെലിബ്രേഷനെ കുറിച്ചാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചത്. അതിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് മറുപടി പറഞ്ഞത്.
അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ പണ്ഡിതനെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സൈബർ അറ്റാക്കിംഗ് നടത്തി അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ തൊലി ഉരിക്കാമോ അങ്ങനെയൊക്കെ തൊലി ഉരിച്ച് വിചാരണ ചെയ്തു സോഷ്യൽ മീഡിയയിലെ ഇടിമുറികളിലിട്ട് ഇടിച്ച് ശരിയാക്കിയെന്ന് വേണം പറയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് മതത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചാണ് ചോദിച്ചത്? ഏത് മതത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടെന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള എത്തിസ്റ്റുകളും ലിബറലിസ്റ്റുകളുമാണ് ആ മുസ്ലിം പണ്ഡിതനെ കൈകാര്യം ചെയ്തത്. യഥാർത്ഥ ഹിന്ദു മതത്തിൽപ്പെട്ടവരല്ല. ഒരു മുസ്ലിം പണ്ഡിതൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വർഗീയവാദിയാക്കുകയാണ്. ആരാണ് ആക്കിയത്? ഏതെങ്കിലും ഹൈന്ദവ പണ്ഡിതരോ ഹൈന്ദവ മത നേതൃത്വങ്ങളോ അല്ല. ഇവിടെയുള്ള ലിബറലിസ്റ്റുകളും എത്തിസ്റ്റുകളുമാണ്. നമ്മൾ അതാണ് തിരിച്ചറിയാതെ പോകുന്നൊരു സത്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വർഗീയവാദികൾ എന്ന് പറയുന്നത് ലിബറലിസ്റ്റുകളാണ്. അവർ രൂപപ്പെടുത്തിയ ഒരു ആഘോഷമാണ് ഇന്ന് കോളേജുകളിൽ നടക്കുന്ന ആഘോഷം. അതിൽ ഒരു വിദ്യാർത്ഥിയോട് പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞതിനാണ് ഇവർ ഇത്രത്തോളം അസഹിഷ്ണുത കാണിച്ചത്. കേരളത്തിൽ ഏറ്റവും അസഹിഷ്ണുത നിറഞ്ഞ മതവിഭാഗം എന്ന് പറയുന്നത് ലിബറൽ എത്തിസ്റ്റുകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. പലപ്പോഴും പല വിവാദങ്ങളുടെയും ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് ഡാൻസ് തന്നെയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഡാൻസ്. സന്തോഷം വരുമ്പോൾ ഡാൻസ് കളിക്കുക. ഫ്ലാഷ് മോബ് നടന്നു, അതിനെതിരെ പറഞ്ഞതിന് ഒരു പണ്ഡിതനെ അടുത്ത് എന്ത് ചെയ്തു? ഒരു സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കിംഗ് നടത്തി. സൈബർ അറ്റാക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാക്കിൻ്റെ ഡെപ്ത് വലുതാണ്. അത് ആ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഇവരുടെ ഡാൻസിൽ തൊട്ട് കളിച്ചാൽ ഇവർ പ്രതികരിക്കും. അവരുടെ എത്തിസ്റ്റുകളുടെ അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ വക്താക്കളുടെ ഒരു പ്രധാന ആരാധനാ കർമ്മമാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത്. ആ ഡാൻസിന് അത്തരത്തിലുള്ള തുള്ളിക്കളികൾ അല്ലെങ്കിൽ ആ ഡാൻസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ഇവർ പ്രതികരിക്കും. ഇനി ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കേരളത്തിലെ വലിയ അക്കാഡമിക് ചർച്ചകളും അക്കാഡമിക് ഡിബേറ്റുകളും നടത്തുന്നു എന്ന പേരിൽ തറ ചർച്ചകളും തറ ഡിബേറ്റുകളും നടത്തുന്ന എസൻസിൻ്റെ ആ ലിറ്റ്മസിൽ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. ഏറ്റവും ലാസ്റ്റ് അവരുടെ തന്നെ ഏറ്റവും വലിയ നേതാവായ രവിചന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ അവരുടെ ആത്മീയ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ നേതാവിൻ്റെ സമാപന പ്രസംഗമായിരിക്കും ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴെ കാണാൻ DJ മ്യൂസിക് പാർട്ടി എന്ന് അല്ലെങ്കിൽ DJ പാർട്ടി. കാരണം എന്താണ്? അവരുടെ എസൻസിൻ്റെ ആ ഒരു അന്നത്തെ ദിവസം ഒരു എസൻസിൻ്റെ ആ ഒരു വാർഷിക സംഗമമാണ്. എസൻസ് എന്ന ആ ലിബറൽ മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു. അവർ ശരീരം കൊണ്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു. അവരുടെ ആത്മീയ നേതാക്കളുടെ മഹത് വചനങ്ങൾ ശ്രവിക്കാൻ വേണ്ടി സാഗൂതം അവർ ഇരുന്നു കൊടുക്കുന്നു. ഒരു ദിവസം ഫുൾ അവർ ധ്യാനത്തിലായിട്ട് ആ വാക്കുകൾ ശ്രവിച്ച് ആത്മീയ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മതങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ, മതങ്ങളെ പരിഹസിക്കുമ്പോൾ കൈകൊട്ടിയും ചിരിച്ചും അവർ സപ്പോർട്ട് കൊടുക്കുന്നു. അവസാനം ഇത് പിരിയുന്നത് ഒരു DJ മ്യൂസിക്കിലൂടെയാണ് അല്ലെങ്കിൽ DJ പാർട്ടി ഒരു ഡാൻസ്. അപ്പം രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ ആ ഡാൻസ് സ്റ്റേജിൽ കളിച്ച് അണികൾക്ക് ആവേശം പകർന്ന് എല്ലാവരും കൂടി കൂട്ട ഡാൻസ് കളിച്ച് ആണിത് പിരിയുന്നത്. അപ്പം ഡാൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോർ സാധനമാണ്. അപ്പോൾ യഥാർത്ഥ ഓണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നടക്കുന്ന ഓണം എന്താണെന്ന് പറഞ്ഞു. മുസ്ലിം പണ്ഡിതർ എതിർക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഞങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് ചോദിക്കുന്നത് ലിബറലിസ്റ്റുകളുടെ ഓണമാണ്. ഇതിങ്ങനെ ആരും വേർതിരിച്ച് പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം. എന്നെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു ഡയലോഗാണ്, മതം എന്ന് പറഞ്ഞാൽ അടിവസ്ത്രം പോലെയാണ്, അത് ഉള്ളിൽ കൊണ്ട് നടന്നാൽ മതി, പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. മതചിഹ്നങ്ങളൊന്നും പുറത്ത് കൊണ്ട് നടക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം. പൊതു ഇടങ്ങളിലേക്കൊന്നും അത് കൊണ്ടുവരാൻ പാടില്ല. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷമുണ്ട്. അതൊരു മതത്തിൻ്റെ ഭാഗമല്ലേ? പിന്നെ ആ മതത്തിൻ്റെ ഭാഗമായി ഓണം ആഘോഷങ്ങളിൽ എത്തിസ്റ്റുകളും ലിബറലിസ്റ്റുകളും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവരിതിനെ ഒരു മതത്തിൻ്റെ ആഘോഷമായിട്ടല്ല കാണുന്നത്. അവർ ലിബറലിസ്റ്റുകൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു പ്രത്യേക സെലിബ്രേഷനാണിത്. ആ സെലിബ്രേഷൻ അവർ കോളേജുകളും സ്കൂളുകളും വഴി പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞത് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങൾ പറയുന്ന രൂപത്തിൽ ആഘോഷിക്കണം, ഞങ്ങൾ പറയുന്ന പോലെ ഡാൻസ് കളിക്കണം, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഓണസദ്യ കഴിക്കണം, ഞങ്ങൾ കൊണ്ടുവരുന്ന ലിബറൽ മതം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോ. പക്ഷെ ഞങ്ങൾ കൊണ്ടുവരുന്ന ലിബറൽ മതത്തിൻ്റെ ഇത്തരം ആശയങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അതിനുവേണ്ടി കൊച്ചു കുട്ടികളെ പോലും അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയാണ് ചെറിയ ക്ലാസ് മുതൽ ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾ കൊണ്ടുവരുന്നത്.
സ്കൂളുകളിൽ എന്തിനാണ് മതം കൊണ്ടുവരുന്നത്? സ്കൂളുകളിൽ എന്തിനാണ് മതത്തിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടുവരുന്നത്? ഇതൊരു മതത്തിൻ്റെ ആഘോഷമായിട്ടല്ല, ഇതൊരു ലിബറൽ മതത്തിൻ്റെ ആഘോഷമായി കണ്ടുകൊണ്ടാണ് ഇവരത് മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഹൈന്ദവ മതത്തിൻ്റെ യഥാർത്ഥ ഓണാഘോഷം ഒന്നും സ്കൂളുകളിലൊന്നും നടത്തപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷെ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള സെലിബ്രേഷൻ മോഡിലുള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലുള്ള സെലിബ്രേഷൻസ് മതത്തിൻ്റെ ലേബൽ അല്ലെങ്കിൽ മതത്തിൻ്റെ ആഘോഷവുമായിട്ട് ചെറിയ സാമീപ്യം ഉള്ളതുകൊണ്ട് പലരും ഇതിനോട് സഹകരിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ജീവിച്ചു പോകുന്നത്. മതം സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നവർ തന്നെ പൊതു വിദ്യാലയങ്ങളിലേക്ക് മതത്തിൻ്റെ കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞ് മതത്തിനെ എതിർക്കുന്നവർ തന്നെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ കാരണം ഇത് മതത്തിൻ്റെ ആഘോഷമായിട്ട് അവർ കാണുന്നത് കൊണ്ടല്ല, ലിബറലിസം എന്ന അവരുടെ മതത്തിൻ്റെ ആഘോഷമായിട്ടാണ് അവരിതിനെ രൂപപ്പെടുത്തി കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ ഇവർ പകർന്നു നൽകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലുള്ള ചില ലിബറൽ അമ്മാവന്മാരുണ്ട്, അവർ വലിയ സന്തോഷമാണ്. കസവ് സാരി ഉടുത്ത് തട്ടവും ഇട്ടുകൊണ്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആത്മനിർവൃതിയാണ് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം അവർ വിഭാവനം ചെയ്യുന്ന ഹൈബ്രിഡ് മനുഷ്യർ ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ ചിഹ്നം ധരിക്കുക, മറ്റൊരു മതത്തിൻ്റെ ആഘോഷങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ അവരെന്തോ മാസാണ് കാണിക്കുന്നത്, എന്തോ മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ ഒക്കെ കരണത്തടിക്കുന്ന എന്തോ വലിയ സംഗതിയാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ തരത്തിലാണ് ഇവർ ഈ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതാണ് ഓണാഘോഷം. കസവ് സാരിയും ഉടുത്തുകൊണ്ട് നൃത്തം ചെയ്യലോ ഡാൻസ് കളിക്കലാണ് ഓണാഘോഷിക്കൽ. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇത് കണ്ട് അവർ സ്വയം ആത്മനിർവൃതി കൊള്ളാറുമുണ്ട്. സത്യത്തിൽ ഇതാണ് ഓണാഘോഷം. ഇത് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ലിബറൽ മതത്തിൻ്റെ ഇത്തരം ആശയങ്ങൾക്കെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം. അവർ സോഷ്യൽ മീഡിയ അറ്റാക്കിങ് നടത്തിയത് കൊണ്ട് നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. അവർ അടിച്ചു തരുന്ന വർഗീയ ചാപ്പ തൽക്കാലം നമുക്ക് സ്വീകരിക്കാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർ ഒരു വർഗീയ ചാപ്പ അടിക്കുമ്പോൾ പേടിച്ച് പിന്മാറേണ്ടവരല്ല മുസ്ലിം പണ്ഡിതന്മാർ. അവർ ശക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങൾക്കെതിരെ, ലിബറൽ പേക്കൂത്തുകൾക്കെതിരെ ശക്തമായിട്ട് തൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ ബോധവൽക്കരിക്കണം. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അതൊരിക്കലും വർഗീയതയായി മാറില്ല. കാരണം അത് യഥാർത്ഥ ഹൈന്ദവ മതത്തിൽപ്പെട്ടവർക്ക് അറിയാം. ഒരു മുസ്ലിം പണ്ഡിതൻ അവരുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയെ ഉൾക്കൊള്ളുന്ന, അവർ ഭയഭക്തിയോടെയും ബഹുമാനത്തോടു കൂടിയും ദൈവത്തിൻ്റെ സാന്നിധ്യം, ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ അവർ ആഘോഷിക്കുന്ന ഒരു അവരുടെ മതത്തിൻ്റെ ഒരു ആഘോഷം, ഇത് മറ്റു മതസ്ഥർ അത് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു യഥാർത്ഥ ഹിന്ദു സഹോദരൻ അതിനെ വർഗീയതയായിട്ട് കാണില്ല. അതിന് വർഗീയ പരിവേഷം നൽകി അങ്ങനെ